തിരുവണ്ണാമല യോഗികളുടെയും മഹാസിദ്ധ പുരുഷന്മാരുടെയും അവധൂതരുടെയും മണ്ണാണ്. അവിടുത്തെ മഹാസിദ്ധനായ അവധൂത സ്വാമിയായ യോഗി രാം സൂരത് കുമാർ ആധ്യാത്മിക തിരിച്ചറിവിൻ്റെ ഊർജത്തിൻ്റെ ഉയർന്ന കമ്പനത്തിൽ, ആ പരമാനന്ദത്തിൽ ലയിച്ചിരുന്ന അവധൂതൻ ഇന്നും ശക്തമായുള്ള സാമീപ്യത്തിൽ തിരുവണ്ണാമലയിൽ യോഗി രാം സൂരത് ആശ്രമത്തിൽ ഏതൊരു കുണ്ടലിനി അല്പം ഉയർന്നവർക്ക് ചെന്നാലും അനുഭവിച്ചറിയാൻ പറ്റുന്ന സാധ്യതയായി നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, ആധ്യാത്മികത നിങ്ങളുടെ ചിന്തകളിൽ അതിനെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടും. ചിലപ്പം അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ യൂട്യൂബ് വീഡിയോസ് എടുത്താൽ കാണാൻ കഴിയുന്നത്. എല്ലാ ദർശനത്തിനും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളതിനെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ അനുസരിച്ചാണ്. നമുക്ക് ഒരു കാര്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മൂല്യം അത്രത്തോളം വലുതായിരിക്കണം. അല്ലാതെ നമുക്കൊന്നിനെയും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അത് നല്ലതിനും ചീത്തയിലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വാല്യൂവിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു തെറ്റിനെ പോലും വ്യക്തിപരമായി നമുക്ക് മനസ്സിലാക്കി വ്യക്തിയോടുള്ള വെറുപ്പ് വിടാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് മൂല്യമുണർന്നാൽ മാത്രമേ ഇതേപോലുള്ള അവധൂതരുടെ മഹിമ മനസ്സിലാവുകയുള്ളൂ. അവധൂതരെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവധൂതരെ നമുക്ക് ജീവിച്ചിരിക്കുമ്പം നമ്മൾ അവരെ ഫോളോ ചെയ്താലും അവർ നമുക്ക് ഓം നമഃ ശിവായ പോലും പറഞ്ഞു തരില്ല. എന്നാൽ അവരുടെ സമാധിയിടങ്ങൾ നമുക്ക് പ്രാണശക്തി സ്വീകരിക്കാൻ വളരെ സാധ്യതയായി തീരും. അവർ തന്നെ ശിവനായി തീർന്നു, ശിവരൂപമായി തീർന്നു. ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടത്ത് നമുക്കിന്നും സാധ്യത തുറന്നു കിട്ടും. തിരുവണ്ണാമലയിൽ, അരുണാചലത്തിൽ ഇന്നും യോഗി രാം സൂരത് കുമാർ ആ ഒരു സാധ്യതയിൽ നിലനിൽക്കുന്നു.